പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മാർച്ച് മാസം 5-ാം തീയതി പ്രഭാതത്തിൽ, വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന്, ആമേൻ, അതിശയമായി നടത്തുന്ന കർത്താവിന്, ശ്രേഷ്ഠമായി നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. യേശുവ നല്ലവനാകുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അവൻ കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിനെ ആരാധിച്ചാണ്. ഈ പ്രഭാതത്തിൽ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് അങ്ങ് രാജാതി രാജാവാകുന്നു. അപ്പം അങ്ങ് കർത്താതി കർത്താവാകുന്നു. അങ്ങ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാകുന്നു. അങ്ങില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാകുന്നു. അങ്ങ് മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവമാകുന്നു. അങ്ങയുടെ കരത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അങ്ങ് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരണം. അങ്ങ് കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള കർത്താവാകുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പിതാവേ. അങ്ങേ സ്തുതിക്കുന്നു പിതാവേ. അങ്ങേ ആരാധിക്കുന്നു പിതാവേ. അങ്ങേക്ക് നന്ദി പറഞ്ഞു. യേശുവ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുന്നതിന് നന്ദി പറയുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. 118-ാം സങ്കീർത്തനം 28-ഉം 29-ഉം വാക്യം. അങ്ങൻ്റെ ദൈവമാകുന്നു, ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. അങ്ങൻ്റെ ദൈവമാകുന്നു, ഞാൻ കർത്താവിനെ പുകഴ്ത്തും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ പകൽക്കാലവും രാത്രിയിലും എല്ലാം ഞങ്ങളെ അത്ഭുതമായി സൂക്ഷിച്ചതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ, അങ്ങേ സ്തോത്രം ചെയ്യുവാൻ അങ്ങ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ പകൽക്കാലം ഇവർക്ക് സമാധാനം, സന്തോഷം, സ്വസ്ഥത വർദ്ധിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ഇവരുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ. ദൈവിക സമാധാനം ഇവരുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവെ, ഇവരുടെ വിശ്വാസം വർദ്ധിക്കുന്നൊരു പകൽക്കാലമായി തീരട്ടെ. കർത്താവുമായിട്ടുള്ള വലിയ കണക്ഷനിൽ ഇന്നത്തെ പകൽക്കാലമായിരിക്കാൻ സഹായിക്കണം. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗശക്തികളും വിട്ടുമാറട്ടെ. പൂർണ്ണ സൗഖ്യവും സ്വസ്ഥതയും തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. അതുപോലെ സാമ്പത്തികമായ ആവശ്യങ്ങളിലും ദൈവിക ഇടപെടലുകൾ ഉണ്ടാകണം. ഇന്ന് കർത്താവെ, എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് SSLCയുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയറായി എഴുതാൻ തയ്യാറായി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അവർക്ക് വേണ്ടുന്ന കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, അവരെ അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ കൃപ അവർക്ക് കൊടുക്കണമേ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും പരിജ്ഞാനവും ഒക്കെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ എക്സാംസ് ഒക്കെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തക്ക സമയത്ത് അവരുടെ വിവാഹം നടക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ ഡിലേസും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ഡിലേസും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ കാൽമുട്ടുകൾക്ക് വേദനയാൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഈ പ്രഭാതത്തിൽ അവൻ പ്രയാസത്തോടിരിക്കുന്ന പ്രിയപ്പെട്ടവർ അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കട്ടെ. അങ്ങയുടെ ദിവ്യ സൗഖ്യത്തെ അയച്ച് വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ മാർച്ച് മാസം 5-ാം തീയതിയെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. ലോകമെമ്പാടും ദൈവിക സമാധാനവും സ്വസ്ഥതയും സന്തോഷവും യേശു ക്രിസ്തുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ. കർത്താവ് ചെയ്ത പ്രവൃത്തിക്ക് നന്ദി. അങ്ങയുടെ നാമം ഉയർത്തുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാളെ രാവിലെ ഇന്ത്യൻ സമയം 9:30-ക്കാണ് നമ്മുടെ സഭായോഗം. പതിവിൽ നിന്നും അല്പസമയം മുൻപോട്ട് മാറ്റിയാണ് സഭായോഗം നടത്തുന്നത്. രാവിലെ ഇന്ത്യൻ സമയം 9:30-ക്ക് ആണ് സഭായോഗം ആരംഭിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും അതിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 47-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആദിമസഭയിലെ ഒരു പ്രത്യേകത നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു.
കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. ഇതാണ് ഇന്ന് പ്രഭാതി പരിശുദ്ധന്മാവ് ഓർപ്പിച്ച്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നത്. അതായത് ഒരു വർധനവിനെയാണ് പരിശുദ്ധാത്മാവ് അവിടെ കാണിക്കുന്നത്. ആദ്യത്തെ സഭയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രത്യേകമായ കഴിവുകൾ കൊണ്ടല്ല അവർക്ക് വളർച്ചയുണ്ടായത്. അവരുടെ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം കൊണ്ടോ അവരുടെ പ്രത്യേകമായ എന്തെങ്കിലും മാർക്കറ്റിംഗ് ടെക്നോളജികൾ കൊണ്ടോ ഒന്നുമല്ല അവർക്ക് വളർച്ചയുണ്ടായത്. അവരുടെ കൂട്ടായ്മ മുഖാന്തരം, അവരുടെ ദൈവവചനത്തോടുള്ള സ്നേഹവും ആ ഉപദേശം മുഖാന്തരം, പ്രാർത്ഥന മുഖാന്തരം, അവരുടെ ആരാധന മുഖാന്തരം ദൈവത്തിൻ്റെ പ്രത്യേക ഫേവർ അവരുടെ മേൽ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ദ ലോർഡ് ആഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവരുടെ വർധനവ് അവരായിട്ടുണ്ടാക്കിയ വർധനവല്ല, പക്ഷേ ദൈവം അവർക്ക് കൊടുത്ത വർധനവാണ്. സോ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ശരിയായി പോകുമ്പോൾ ഏത് രീതിയിലാണെങ്കിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ അലൈൻഡ് ആണെങ്കിൽ, പെർഫെക്റ്റ് ആണെങ്കിൽ കർത്താവ് നമ്മളെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ കർത്താവ് വർധനവിൻ്റെ ദൈവമാണ്. എല്ലാവരും പറഞ്ഞ് എൻ്റെ കർത്താവ് വർധനവിൻ്റെ ദൈവമാണ്. ഒരിക്കലൂടെ കൈകളെ ഉയർത്തി പറഞ്ഞാട്ടെ, നമ്മുടെ കർത്താവ് വർധനവിൻ്റെ ദൈവമാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 51 അധ്യായം അതിൻ്റെ 2 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണും: നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചുമിരിക്കുന്നു. അപ്പോൾ അബ്രഹാമിൻ്റെ കഥ നോക്കി. അബ്രഹാമിനെ ഒരു മനുഷ്യൻ ഏകനായിട്ട് വിളിച്ച, വേറെ ഒന്നുമില്ല. പക്ഷേ അബ്രഹാമിൽ നിന്ന് രാജ്യങ്ങളെ ആ ദൈവം ഉളവാക്കി. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അബ്രഹാമിനെ എന്ത് ചെയ്തു? ദൈവം വർദ്ധിപ്പിച്ചു. അപ്പോൾ അബ്രഹാം തുടങ്ങിയത് ഏകനായിട്ട്, മക്കളൊന്നും ഇല്ലാത്തവനായിട്ട് തുടങ്ങി. പുറമേ പ്രത്യേകമായ യാതൊരു തെളിവുമില്ല അബ്രഹാമിന്, യാതൊരു എവിഡൻസുമില്ല. പക്ഷേ അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്തു? ദൈവം അനുഗ്രഹിച്ചു, ദൈവം വർദ്ധിപ്പിച്ചു. എന്നിട്ടോ അവനെ ഭയങ്കരമായ ഒരു വലിയ വിശ്വാസികളുടെ പിതാവാക്കി കർത്താവ് എന്ത് ചെയ്തു? മാറ്റിക്കഴിഞ്ഞു. അപ്പം കർത്താവ് എന്ത് ചെയ്യുന്നത്? കർത്താവ് നമ്മളെ വർദ്ധിപ്പിക്കുന്ന ദൈവം. ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളെ, നമ്മളും നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കണം, കർത്താവ് നമ്മുടെ എല്ലാ തരത്തിലും വർദ്ധിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആത്മീകമായ വർധനവ് തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എണ്ണത്തിൽ ആത്മീകമായ വർധനവ്, നമ്മുടെ ആത്മീക ലെവല്, പ്രാർത്ഥന, വെളിപ്പാടുകളെ, വിശുദ്ധി, എല്ലാത്തിലും വർധനവ് തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ മേലുള്ള കൃപ വർദ്ധിപ്പിച്ചു തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ മേലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മേലുള്ള മഹത്വം വർദ്ധിപ്പിച്ചു തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ എണ്ണത്തിൽ വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായത്തിൽ നമ്മൾ വായിച്ച് കർത്താവ് എന്ത് ചെയ്തു? ഡെയിലി അവരെ ആഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവസഭ എന്ത് ചെയ്യണം? എണ്ണത്തിൽ വർദ്ധിക്കണം. നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സഭ എണ്ണത്തിൽ പെരുകും. അത് കർത്താവിൻ്റെ ഒരു പദ്ധതിയാണ്. അതുപോലെ ദൈവമക്കളുടെ ഇൻഫ്ലുവൻസിനെ കർത്താവ് ആഗ്രഹിക്കുന്നു. അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം രാജ്യങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു, ഇൻഫ്ലുവൻഷ്യലായി മാറി. കപ്പാസിറ്റി ഇൻക്രീസ്. അതായത് ഈ നമ്മുടെ മേലുള്ള ദൈവിക കൃപകളെ ദൈവം വർദ്ധിപ്പിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവവചനത്തെ അനുസരിക്കുന്നവരായിത്തീരണം, വിശ്വസിക്കുന്നവരായിത്തീരണം, ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്നവരായിത്തീരണം. വിശ്വസ്തരായി ചേർന്ന് നിൽക്കുമ്പോൾ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ യഥാർത്ഥമായ ആഗ്രഹം. ഉൽപ്പത്തി 12:2. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ആരും ചുരുങ്ങിപ്പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളാരും ഒതുങ്ങിപ്പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ അസാധാരണമായ ഒരു വർധനവ് നിങ്ങളുടെ ജീവിതത്തിൽ വരും. നിങ്ങളൊന്ന് നോക്കി, വിശ്വാസത്തിലിറങ്ങി വർധനവ് എങ്ങനെയുണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങൾ വർദ്ധിക്കുന്നുണ്ടോ? വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? പ്രാർത്ഥനാ ജീവിതത്തിൽ വർദ്ധിക്കുന്നുണ്ടോ? ആത്മീകമായ ഒരു വർധനവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? അബ്രഹാമിനെ പോലെ ഞാൻ വർദ്ധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഈ ദിവസങ്ങളിൽ മുട്ട നീക്കണം. എന്നിട്ട് പറഞ്ഞ കർത്താവേ, ആ വർധനവ് എൻ്റെ മേൽ പകർന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതെന്നിലൂടെ വെളിപ്പെടട്ടെ. എൻ്റെ ജീവിതത്തിൽ എല്ലാ നിലയിലും ഒരു വർധന ഉണ്ടാകട്ടെ. എല്ലാത്തിനകത്തും ഒരു വർധന ഉണ്ടാകും. കർത്താവ് ഒരു സൈഡിൽ മാത്രം വർദ്ധിപ്പിക്കുകയല്ല, എല്ലാ നിലയിലും നിങ്ങളെ വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് നിങ്ങളെക്കുറിച്ചുള്ള ചെറിയ പ്ലാനല്ല, നിങ്ങളെക്കുറിച്ചുള്ളത് വലിയ പ്ലാനാണ്. വിശ്വസിക്കുക, വലിയ വർധനവുകളെ ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തരും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, ഇന്ന് ഈ സന്ദേശം കേട്ട ഓരോ മക്കളും ദൈവിക വർധനവിനെ കുറിച്ചാണ് കേട്ടിരിക്കുന്നത്. കർത്താവേ, ഇവർ വർദ്ധിച്ചു പെരുകട്ടെ, അസാധാരണമായി വർദ്ധിക്കട്ടെ, അസാധാരണമായി വർദ്ധിക്കട്ടെ, എല്ലാ നിലയിലും വർദ്ധിച്ചു പെരുകട്ടെ. കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണം, ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ ഈ ദിവസം
ദിവസങ്ങളിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു വരും. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആമീൻ പറഞ്ഞാട്ടെ. മാത്രമല്ല ചിലർക്കൂടൊക്കെ അയച്ചു കൊടുക്കുക, അവരും അതൊന്ന് വിശ്വസിക്കട്ടെ. ആമേൻ. കരങ്ങൾ ഉയർത്തി പറയാം. കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവി. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി blessed and highly favored. God bless you. God bless you. God bless you.